ദൈവമേ, ഇന്നെങ്കിലും എനിക്ക് ആ പെണ്ണിനെ ശരിക്കൊന്ന് കാണാൻ കഴിയണേ. Thanks. ഫോട്ടോ കണ്ടാ തന്നെ അറിയാം ഇവളാള് കുഴപ്പമാണെന്ന്. ഈ കണ്ണും നെറ്റിയും മൂക്കും എല്ലാം കൂടെ ഒരു വശപ്പെശകന്റെ സിമ്പലാണ് ഇവൾ. നിനക്കിതൊക്കെ എങ്ങനെ അറിയാം? എനിക്കിതുപോലെ പല പെണ്ണുങ്ങളെയും പരിചയമുള്ളതുകൊണ്ട്. പക്ഷേ ഇത് അതുപോലത്തെ പെണ്ണൊന്നുമല്ല. നല്ല അടക്കവും ഒതുക്കവും വിനയവും ഒക്കെ ഉള്ള പെണ്ണ. ഇനി എന്റെ ഊഹം തെറ്റിയതായിരിക്കൂ. ഈ പെണ്ണിനെയൊക്കെ തെറ്റിദ്ധരിക്കുന്ന അയാളെ വേണം രണ്ട് പൊട്ടിക്കാൻ. നീ പൊട്ടിക്കാൻ ചെല്ലുമ്പോ പൊട്ട അയാളെന്താ പടക്കം മാറ്റാണോ? എടാ നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്, എങ്ങനെയെങ്കിലും ഈ അവസരം മുതലാക്കി അവിടെ ഒരു ജോലി ഒപ്പിച്ചെടുക്കാൻ. അതിനുവേണ്ടി ഈ പെണ്ണിനെ കുറിച്ച് ഇല്ലാത്ത അനാവശ്യങ്ങളൊക്കെ പറഞ്ഞു പിടിപ്പിക്കാൻ എന്നെ കൊണ്ട് വയ്യ. നീ നന്നാവൂല. നീ നാളെ തന്നെ പോയി അയാളോട് പറ, അവള് കന്യാമറിയത്തിന്റെ അവതാരമാണ്, പളുങ്ക് പോലെ പരിശുദ്ധയാണ്, ലഡു പോലെ മധുരമുള്ളതാണ്, ഭാനുപ്രിയ പോലെ സുന്ദരിയാണെന്നൊക്കെ. അതോടെ നിനക്ക് കിട്ടാനുള്ള ജോലിയും പോയി കിട്ടും, അവൾ അമേരിക്കക്കാരൻ കെട്ടിക്കൊണ്ട് പോവുകയും ചെയ്യും. അമേരിക്കക്കാരൻ അവളെ കെട്ടാൻ വേണ്ടി തന്നെ ആയിരിക്കും. പിന്നല്ലാതെ. ഇവളെ കുറിച്ചുള്ള വിവരങ്ങൾ സത്യമായിട്ട് പറഞ്ഞാൽ അയാൾ തന്നെ ഇവളെ കെട്ടുമല്ലേ? അത് ഉറപ്പല്ലേ? അപ്പൊ പിന്നെ നീ പറഞ്ഞതുപോലെ പറഞ്ഞ ചിലപ്പോ അയാൾ അവളെ വേണ്ടാന്ന് വെക്കുമല്ലേ? എന്നാ പിന്നെ അങ്ങനെ പറയല്ലേ? കുഴപ്പമൊന്നുമില്ലല്ലോ. ഇല്ലാത്ത അപവാദങ്ങളൊക്കെ പറഞ്ഞ് ഒരു പെണ്ണിന്റെ ജീവിതം തകർക്കണോ? അതൊന്നുമില്ല. അമേരിക്കക്കാരൻ കെട്ടിയില്ല എന്നിട്ട് അവളുടെ ജീവിതം തകരാനൊന്നും പോകുന്നില്ല. എടാ നിന്റെ സൂക്കേട് എനിക്ക് പിടി കിട്ടിയടാ. നിമോണിയ പിടിച്ച എനിക്ക് നിന്റെ ജലദോഷപ്പനി കണ്ടാൽ അറിഞ്ഞൂടെ? അവന്റെ ഫോട്ടോ നോക്കിയുള്ള ഒരു ഇരിപ്പും ഒരു ആലോചനയും.
നീ ധൈര്യമായിട്ട് ഞാൻ പറഞ്ഞതുപോലെ വെച്ച് കാച്ച്. നീ ഇവിടെ ഇരിക്കും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്ക്. അവൾക്കൊരു കാമുകനുണ്ടെന്നും സ്ഥിരമായി അവര് തമ്മിൽ കാണാറുണ്ടെന്നും ഒരുമിച്ച് പല സ്ഥലങ്ങളിൽ ചുറ്റിക്കറങ്ങാറുണ്ടെന്നും ലോകത്തൊരു അമേരിക്കക്കാരനും വേർപെടുത്താൻ കഴിയാത്ത വിധത്തിൽ അവര് തമ്മിൽ അടുത്തു പോയിന്നൊക്കെ പൊടിപ്പും തൊങ്ങലും ചേർത്തങ്ങ് പറ. ഇത്ര പെട്ടെന്നൊരു സങ്കല്പ കാമുകനെ ഞാൻ എവിടെ നിന്നുണ്ടാക്കിയെടുക്കും? അതിന് ബുദ്ധിമുട്ടില്ല, എന്നെ തന്നെ സങ്കല്പിച്ചോ, എനിക്ക് ഒരു വിരോധവും ഇല്ല. അയ്യോ, സഹിക്കാൻ പറ്റുന്നില്ല അല്ലേ? എന്നാ പിന്നെ എങ്ങും പോകണ്ട, നീ തന്നെ അവളുടെ കാമുകൻ. ആ പപ്പേട്ടിന് നാട്ടിൽ പോയി ഭാര്യയും കുട്ടികളെയും കാണണമെന്ന് തോന്നാറില്ലേ? അതെന്താ? പ്രത്യേകിച്ചൊന്നുമില്ല, കല്യാണം കഴിച്ചില്ല, അതിനുള്ള ടെൻഡൻസി ആയില്ല. അയ്യോ, MD ബോംബെയിൽ നിന്ന് എത്തിയില്ലേ? എത്തിയല്ലോ. എനിക്കൊന്ന് കാണണം. സാർ അല്പം ബിസിയാ. ഞാൻ അതിനേക്കാൾ ബിസിയാ. സുധീർ കുമാർ കാണാൻ വന്നിരിക്കുന്നു എന്ന് പറയൂ. സർ, മിസ്റ്റർ സുധീർ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. സുധീർ എപ്പോ വന്നാലും എന്നോട് ചോദിക്കാൻ നിൽക്കണ്ട, കയറ്റിവിട്ടോളൂ. ചെല്ലാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ് സർ. എന്തായി? പറയാം, ഇരുന്നോട്ടെ. ഇരിക്കൂ. സാർ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം തന്നെ ഞാൻ അവളെ കണ്ടു സാർ. അത് പറയാൻ ഞാനിവിടെ വന്നപ്പോ സാർ ബോംബെയിൽ നിന്ന് എത്തിയിട്ടുണ്ടായിരുന്നില്ല. ബോംബെ തന്നെ ആയിരുന്നില്ലേ? സാർ പറഞ്ഞതുപോലെ ഞാൻ MG റോഡിൽ നിൽക്കുമ്പോ KL7 1881 വെള്ള മാരുതി കാറിൽ സുന്ദരിയായ പെൺകുട്ടി ഒരു മിന്നൽ പോലെ പാഞ്ഞു പോയി സാർ. കാണാൻ പറ്റിയില്ല. പിന്നെ ഞാൻ ഒരു ഓട്ടോയിൽ അവരെ ഫോളോ ചെയ്തു. പാവ ഓട്ടോയ്ക്ക് മാരുതിയോടൊപ്പം എത്താൻ പറ്റുമോ? പക്ഷെ ഞാൻ വിടുവോ? കാറ് ചെന്ന് നിന്നത് നമ്മുടെ സുഭാഷ് പാർക്കിന്റെ മുന്നിലാ. പുറകെ ചെന്ന എന്റെ ഓട്ടോ ഞാൻ ഒരല്പം മാറ്റി ഒതുക്കി നിർത്തി. ലേറ്റസ്റ്റ് ഫാഷനിലുള്ള സൽവാറും കമ്മീസും ധരിച്ചൊരു പെൺകുട്ടി കാറിൽ നിന്നും പുറത്തിറങ്ങി. ഞാൻ പറഞ്ഞ പെൺകുട്ടിയെ തന്നെയാണ് നിങ്ങൾ കണ്ടത്? അതെ സാർ, അതേ കാറ്. KL7 1881. ദാ ഇതേ പെൺകുട്ടി. പക്ഷേ ഓട്ടോയിൽ കാണുന്ന പോലെയല്ല, ഇതിനേക്കാൾ സുന്ദരിയാണ്. ആര് കണ്ടാലും ഒന്ന് പ്രേമിച്ചു പോകും സാർ. അവൾ നടന്നു ചെന്നത് പാർക്കിന്റെ ഗേറ്റിനരികിൽ കാത്തുനിന്ന ഒരു ചെറുപ്പക്കാരന്റെ അടുത്തേക്കാണ്. എ വെരി വെരി സ്മാർട്ട് യങ് ചാപ്പ്. കാറ്റുണരും കിളിമരച്ചായ